വിവിധ ക്രൈസ്തവ സഭകളിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുനാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പാചരണത്തിന് തുടക്കമായി. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ആചരിക്കുന്ന നോമ്പ് ദിനങ്ങളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടക്കും. തിരുമേനി സെൻറ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ 8 നോയമ്പാചരണത്തിനും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുനാളിനും തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി പതാക ഉയർത്തി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുനാളിന് മുന്നോടിയായി നമ്മളെല്ലാവരും ഇന്നിവിടെ കൊടി ഉയർത്തി ഈ വിശ്വാസത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ ഒരു വിശ്വാസഗണമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമ്മുടെ നോമ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇടവക ഈ പ്രദേശത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ 8 നോമ്പാചരണത്തിലും അതിൻ്റെ തിരുനാളിലുമാണ്. ഈ പ്രദേശത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചത് വഴി ലഭ്യമായിട്ടുള്ള വിശ്വാസികളാണ്. നമ്മുടെ ദേവാലയത്തിൽ എല്ലാ വർഷവും ഈ തിരുനാൾ ഏറ്റുകഴിക്കുകയും പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം വഴി വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ്. അത് രണ്ട് പക്ഷമില്ലാതെ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഒന്നടങ്കം പ്രത്യേകം പറയുവാനായിട്ട് സാധിക്കും. അവരുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയ സാക്ഷ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് നമുക്കറിയാം, കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹങ്ങളുടെ, അത്ഭുതങ്ങളുടെയൊക്കെ ഒരു കലവറയായി മാറി. അത് ഇന്നും നമ്മുടെയൊക്കെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ നമുക്ക് അനുഭവവേദ്യമാണ്. പരിശുദ്ധ അമ്മയോട് ആരൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ തൻ്റെ പുത്രനിലൂടെ വാങ്ങിക്കൊടുക്കുമെന്നതിന് നമുക്കെല്ലാം സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ അനുഗ്രഹങ്ങളുടെ, അത്ഭുതങ്ങളുടെയൊക്കെ ഒരു കലവറയായി മാറിയിരിക്കുക. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് മാറട്ടെ. നമ്മൾ നോമ്പിലും പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയോട് താതാത്മ്യപ്പെട്ട് ലാളിത്യത്തോടെ, എളിമയോടെ ഉപവാസം അനുഷ്ഠിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടന്ന ദിവ്യബലിയിലും വചനപ്രഘോഷണത്തിലും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 9:15 നടക്കുന്ന വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ധ്യാനപ്രസംഗം എന്നിവയ്ക്ക് ഫാദർ ബോബിൻ മരിയ OP, ഫാദർ പീറ്റർ മുല്ലക്കാട്ടിൽ, ഫാദർ വർഗീസ് കടക്കേത്ത്, ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി, ഫാദർ തോമസ് പുല്ലുകാലായിൽ, ഫാദർ ജിതിൻ ചിന്താർമണിയിൽ, ഫാദർ സാമുവൽ പുതുപ്പാടി എന്നിവർ നേതൃത്വം നൽകും. സെപ്റ്റംബർ 7 ശനിയാഴ്ച വൈകിട്ട് 4 സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ 8 തിരുക്കർമ്മങ്ങൾ. ഞായറാഴ്ച നേർച്ച ഭക്ഷണത്തിന് ശേഷം തിരുനാളിന് കൊടിയിറങ്ങും.